എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് HSA സോഷ്യൽ സയൻസ് പരീക്ഷകളുടെ ഭാഗമായി വരാനിരിക്കുന്ന HSA സോഷ്യൽ സയൻസിൻ്റെ ഭാഗമായി ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായ രണ്ടാം ലോകമഹായുദ്ധം എന്ന ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ കാരണങ്ങളാണ് ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടാവും വേഴ്സായ് ഉടമ്പടി പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഇത്. രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ വേഴ്സായ് ഉടമ്പടി എന്ന് പറയുന്നത് 1919 ജൂൺ 28 ഒപ്പുവെച്ചൊരു ഉടമ്പടിയാണ്. ഈ ഉടമ്പടി പ്രകാരം യുദ്ധത്തിൽ പരാജയപ്പെട്ടു പോയ ജർമ്മനിക്ക് ഒരുപാട് കനികൾ നഷ്ടമായി. അവർക്ക് കനികൾ കുറേ ഉണ്ടായിരുന്നു, അതൊക്കെ നഷ്ടമായി. അതുപോലെ ജർമ്മനിക്ക് കോളനികൾ നഷ്ടമായി, നിരായുധീകരിക്കപ്പെട്ടു. അതുപോലെ യുദ്ധനഷ്ടപരിഹാരമായി വലിയ തുകയൊക്കെ ജർമ്മനി കൊടുക്കേണ്ടി വരികയാണ്. അപ്പോൾ അത് വലിയ രീതിയിൽ ജർമ്മനിക്ക് അപമാനഭാരം ഉണ്ടാക്കി. അപ്പോൾ ഈ ഒരു അവസ്ഥയെ ഹിറ്റ്ലർ നന്നായി മുതലാക്കി. അദ്ദേഹം അത് മുതലാക്കിക്കൊണ്ടാണ് ജനങ്ങളെ ഈ ഫ്രാൻസിനും ഇംഗ്ലണ്ടിനും എതിരായിട്ട് മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ഏറ്റവും പ്രധാന കാരണമായി ഫസ്റ്റ് വേൾഡ് വാറിലെ സമാധാന ഉടമ്പടി എന്ന് നമ്മൾ പഠിച്ച വേഴ്സായ് ഉടമ്പടിയെ പറയുന്നത്. 1919 ജൂൺ 28 വേഴ്സായ് ഉടമ്പടി ഒപ്പുവെക്കുന്നത്. എന്നാൽ നമ്മൾ വേഴ്സായ് ഉടമ്പടിയോടൊപ്പം തന്നെ ഓർത്തിരിക്കണം, മറ്റു ചില ഉടമ്പടികൾ കൂടി ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ഒപ്പുവെച്ചിട്ടുണ്ട്. തുർക്കിയുമായി ഈ വിജയിച്ച രാജ്യങ്ങൾ ഒപ്പുവെച്ച ഉടമ്പടിയാണ് സെവർ ഉടമ്പടി. ഇതനുസരിച്ചാണ് ഖലീഫയുടെ സ്ഥാനത്തിന് പ്രശ്നങ്ങളുണ്ടാവുകയും നമ്മുടെ ഇന്ത്യയിൽ ഖിലാഫത്ത് പോലെയുള്ള പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണമായത് സെവർ ഉടമ്പടിയാണ്. ബൾഗേറിയയുമായി ഒപ്പുവെച്ച ഉടമ്പടിയാണ് ന്യൂലി ഉടമ്പടി. അതുപോലെ ഹംഗറി എന്ന രാജ്യമുണ്ട്. സെക്കൻഡ് വേൾഡ് വാറിൽ പരാജയപ്പെട്ടു പോയ ഓസ്ട്രിയ ഹംഗറിയിൽ നിന്ന് വിഭജിക്കപ്പെട്ടുണ്ടായ രാജ്യമാണ് ഹംഗറി. അവരുമായി ഒപ്പുവെച്ച ഉടമ്പടിയാണ് ട്രയാനൻ ഉടമ്പടി. അതുപോലെ ഈ ഓസ്ട്രിയ ഹംഗറി എന്ന് പറയുന്ന അന്നത്തെ ജർമ്മനിയുടെയും ഇറ്റലിയുടെയും പങ്കാളി അവരെ രണ്ടാക്കി മാറ്റിയ, ഓസ്ട്രിയ ഹംഗറിയാക്കി മാറ്റിയ ഒരു ഉടമ്പടിയായിരുന്നു സെൻറ്റ് ജർമ്മൻ ഉടമ്പടി. അപ്പോൾ സെൻറ്റ് ജർമ്മൻ ഉടമ്പടിയുടെ പേരിൽ ജർമ്മനി ഉണ്ടെങ്കിലും അതിന് ബന്ധമുള്ളത് ഓസ്ട്രിയ ഹംഗറി എന്നീ രാജ്യങ്ങളുമായിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ വിഭജനവുമായി ബന്ധപ്പെട്ടൊരു ഉടമ്പടിയാണ് സെൻറ്റ് ജർമ്മൻ ഉടമ്പടി എന്നറിഞ്ഞിരിക്കുക. അതുപോലെ രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ മറ്റൊരു കാരണമാണ് സൈനിക സഖ്യങ്ങൾ. നമുക്കറിയാം, ഫസ്റ്റ് വേൾഡ് വാർ നമ്മൾ പഠിക്കാറുണ്ട്. സൈനിക സഖ്യങ്ങൾ, ത്രികക്ഷി സഖ്യം, ത്രികക്ഷി സൗഹാർദ്ദം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതിൽ ത്രികക്ഷി സഖ്യം ഫസ്റ്റ് വേൾഡ് വാറിൽ ജർമ്മനി, ഇറ്റലിയും ഓസ്ട്രിയ ഹംഗറി ഉൾപ്പെടുന്നതും, ത്രികക്ഷി സൗഹാർദ്ദം ബ്രിട്ടനും ഫ്രാൻസും റഷ്യ ഉൾപ്പെടുന്നതായിരുന്നു. എന്നാൽ സെക്കൻഡ് വേൾഡ് വാറിലെ സൈനിക സഖ്യങ്ങൾ, നമുക്കറിയാം സൈനിക സഖ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധത്തിലെ ഇരുചേരിയിലും വരുന്ന രാജ്യങ്ങൾ അവരെ പരമാവധി സുഹൃത്തുക്കളെ ഒപ്പം കൊണ്ടുവന്ന് അവരുടെ ശക്തി കൂട്ടി യുദ്ധത്തിലേക്ക് പങ്കെടുക്കുന്ന ഒരവസ്ഥയ്ക്കാണ് സൈനിക സഖ്യങ്ങൾ എന്ന് പറയുക. അപ്പോൾ രണ്ടാം ലോകമഹായുദ്ധത്തിലെ സൈനിക സഖ്യം എന്ന് പറഞ്ഞിരിക്കണം, അച്യുതണ്ട് ശക്തി അല്ലെ ആക്സിസ് പവേഴ്സും അലൈഡ് പവേഴ്സ് അല്ലെ സഖ്യശക്തിയും തമ്മിലാണ് സെക്കൻഡ് വേൾഡ് വാർ ഉണ്ടാകുന്നത്. അച്യുതണ്ട് ശക്തിയും സഖ്യശക്തിയും. അപ്പോൾ ഇതിൽ അച്യുതണ്ട് ശക്തിയിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ജർമ്മനിയും ഇറ്റലിയും ജപ്പാനുമാണ്. അതുപോലെ സഖ്യശക്തിയിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഫ്രാൻസ്, ബ്രിട്ടൻ, ചൈനയാണ്. ഫ്രാൻസ്, ബ്രിട്ടൻ, ചൈന. അപ്പോൾ ഇവർ തമ്മിലുണ്ടായ ഒരു യുദ്ധത്തെയാണ് നമ്മൾ ഇവരോടൊപ്പം നൂറുകണക്കിന് രാജ്യങ്ങൾ ഇവരോടൊപ്പം പിന്നീട് അണിചേരുന്നുണ്ട്. അപ്പം നേരിട്ടോ അല്ലാതെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിതിനെ ഒരു വേൾഡ് വാർ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. ഒന്നാമത്തെ കാരണമായി വേഴ്സായ് ഉടമ്പടി, രണ്ടാമത്തെ കാരണമായി സെക്കൻഡ് വേൾഡ് വാറുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ട ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും ഉൾപ്പെടുന്ന അച്യുതണ്ട് ശക്തിയും, ബ്രിട്ടനും ഫ്രാൻസും ചൈനയും ഉൾപ്പെടുന്ന സഖ്യശക്തിയും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. അടുത്തതായി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തെ ഒരു കാരണമായിട്ടാണ്. ആ കാരണത്തെ നമുക്ക് പറയാം മ്യൂണിച്ച് ഉടമ്പടി എന്ന് പറയാം. മ്യൂണിച്ച് ഉടമ്പടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1938 നമ്മുടെ ഈ ചരിത്രത്തിൽ നടന്നൊരു പ്രധാന സംഭവമാണ് മ്യൂണിച്ച് ഉടമ്പടി. അതായത് ഈ 30കൾക്ക് ശേഷം ജർമ്മനി ഒരു വലിയ ശക്തിയായിട്ട് മാറുകയാണ്. അപ്പോൾ ആ ജർമ്മനി മിക്ക രാജ്യങ്ങളെയും ആക്രമിച്ച് കീഴ്പ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ചെക്കോസ്ലോവാക്യ, നമ്മൾ കേട്ടിട്ടുണ്ടാവും ചെക്കോസ്ലോവാക്യ എന്ന രാജ്യം, അവിടുത്തെ പ്രദേശമാണ് സുഡറ്റൻലാൻഡ്. അപ്പോൾ ഈ ചെക്കോസ്ലോവാക്യയിലെ സുഡറ്റൻലാൻഡിന് വേണ്ടി ജർമ്മനി അവകാശവാദം ഉന്നയിച്ച് ചെല്ലുകയാണ്. അപ്പോൾ ആ സമയത്ത് ഏതാണ്ട് നമ്മൾ മുൻപേ പറഞ്ഞ സൈനിക സഖ്യങ്ങളൊക്കെ ലോകത്ത് രൂപപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ ചെക്കോസ്ലോവാക്യയിലെ സുഡറ്റൻലാൻഡിന് വേണ്ടി ജർമ്മനി അവകാശവാദം ഉന്നയിച്ചപ്പോൾ, അല്ലെങ്കിൽ അത് പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമം നടത്തിയപ്പോൾ, ആ രാജ്യം അല്ലെങ്കിൽ ചെക്കോസ്ലോവാക്യ സ്വാഭാവികമായും ബ്രിട്ടനോടും ഫ്രാൻസിനോടും ഒക്കെ അവരുടെ സ്ഥലം അല്ലെങ്കിൽ സുഡറ്റൻലാൻഡ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി സഹായം അഭ്യർത്ഥിക്കുകയാണ്. പക്ഷേ അവിടെ എന്താ സംഭവിച്ചത്? ഒരു പെട്ടെന്നൊന്നും തിരിച്ചൊരാക്രമണം അല്ലെങ്കിൽ ജർമ്മനിക്കെതിരായി ഒരു യുദ്ധത്തിനൊന്നും ആ സമയത്ത് ഇംഗ്ലണ്ടോ ഫ്രാൻസോ ഒന്നും ആഗ്രഹിച്ചില്ല. അവർ യഥാർത്ഥത്തിൽ ആ സമയത്ത് അവരുടെ ഒപ്പമൊക്കെ തന്നെ ഉള്ളതാണെങ്കിലും റഷ്യ എന്നൊരു സോഷ്യലിസ്റ്റ് രാജ്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ള കാര്യമാണ് ആ സമയത്ത് ഫ്രാൻസും ഇംഗ്ലണ്ടും ഒക്കെ ചിന്തിച്ചത്. അതിനാൽ തന്നെ ജർമ്മനിയുടെ ആക്രമണങ്ങളൊന്നും അവർ വേണ്ട പരിഗണന കൊടുത്ത് ആ സമയത്ത് തടഞ്ഞു നിർത്താൻ ശ്രമിച്ചില്ല. അതുകൊണ്ടാണ് 38 മ്യൂണിച്ച് ഉടമ്പടി എന്ന് പറയുന്ന ഉടമ്പടി, അതായത്
ജർമ്മനിയുമായിട്ട് ഫ്രാൻസും ബ്രിട്ടനും ചേർന്ന് ഒപ്പുവെക്കുന്ന ഉടമ്പടിയാണ് മ്യൂണിച്ച് ഉടമ്പടി. നമ്മൾ മുമ്പേ കണ്ട ആ സുഡറ്റൻലാൻഡ് എന്ന് പറഞ്ഞ പ്രദേശം ഈ ഉടമ്പടി പ്രകാരം ഫ്രാൻസും ഇംഗ്ലണ്ടും ആർക്ക് വിട്ടുകൊടുക്കുകയാണ്? ജർമ്മനിക്ക് വിട്ടുകൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു സംഭവത്തെ നമ്മൾ പലയിടത്തും വിശേഷിപ്പിക്കാൻ പ്രീണന നയം എന്നൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. പ്രീണന നയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ചെയ്യുന്നൊരു പ്രവൃത്തി ആ ഒരു കുറച്ച് സമയത്തേക്ക് മാത്രം എന്തായിരിക്കും നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ സഹായിക്കുക, എന്നാൽ ഭാവിയിൽ വലിയ വിപത്തുണ്ടാക്കുന്നതും ഒരു സംഭവമാണ് പ്രീണന നയം. നമ്മൾ ഉദാഹരണം നമുക്കറിയാം, കുട്ടികൾക്കൊക്കെ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ കൊടുക്കുന്ന സാഹചര്യമുണ്ട്. ചിലപ്പോൾ അപ്പോഴത്തെ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം, പക്ഷേ അത് പിന്നീട് വലിയ വിപത്തായിട്ടൊക്കെ മാറുമെന്ന് തന്നെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള താൽക്കാലികമായി ഉപയോഗപ്പെടുത്തുന്ന നയങ്ങളാണ് പ്രീണന നയങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ പ്രീണന നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ സമയത്ത് മ്യൂണിച്ച് ഉടമ്പടി എന്നൊരു അഗ്രിമെൻറ്റിൽ കൂടി 1938 ഇംഗ്ലണ്ടും ഫ്രാൻസും ഏത് സ്ഥലം നമ്മൾ ഈ മുൻപ് ചർച്ച ചെയ്ത സുഡറ്റൻലാൻഡ് ചെക്കോസ്ലോവാക്യയുടെ ഒരു ആവശ്യം പരിഗണിക്കാതെ ജർമ്മനിക്ക് വിട്ടുകൊടുക്കുകയാണ്. അപ്പോൾ അവിടെ ചിന്തിക്കേണ്ട കേസ്, ജർമ്മനി കരുതുന്നത് പ്രത്യേകിച്ച് വലിയ നഷ്ടങ്ങളൊന്നും ഇല്ലാതെ ഒരു യുദ്ധത്തിന് തയ്യാറായൊന്ന് ഇറങ്ങിയപ്പോഴേക്കും ഇതുപോലുള്ള സ്ഥലങ്ങൾ കിട്ടുകയാണ്. അപ്പം കൂടുതൽ സ്ഥലങ്ങൾ കിട്ടുന്നതിന് ഒരു വലിയ പ്രേരണയായി മാറുകയായിരുന്നു ഈ പറഞ്ഞ മ്യൂണിച്ച് ഉടമ്പടി. അതിനാൽ തന്നെയാണ് നമ്മൾ ഈ മ്യൂണിച്ച് ഉടമ്പടിയെ രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ ഒരു കാരണമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നാലാമതായി നമ്മളൊരു കാരണമായി ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അനാക്രമണ ഉടമ്പടിയാണ്. അപ്പോൾ അനാക്രമണ ഉടമ്പടി അല്ലെങ്കിൽ നോൺ അഗ്രഷൻ പാക്റ്റ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ 1939 നമ്മൾ പറഞ്ഞ മ്യൂണിച്ച് ഉടമ്പടി 38 അനാക്രമണ ഉടമ്പടി എന്ന് വെച്ചാൽ 39 ജർമ്മനിയും റഷ്യയും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് അനാക്രമണ ഉടമ്പടി. ഇതനുസരിച്ച് ഏതൊരു സാഹചര്യത്തിലും നമ്മൾ തമ്മിൽ ആക്രമിക്കില്ല എന്നാണ് റഷ്യയും ജർമ്മനിയും തമ്മിൽ ഒപ്പുവെക്കുന്നതെങ്കിലും പിന്നീട് ഈ ഉടമ്പടി ജർമ്മനി ലംഘിക്കുകയാണ്. അപ്പോൾ ആ ജർമ്മനി ആ ഉടമ്പടി ലംഘിച്ചത് റഷ്യ ഈ യുദ്ധത്തിലേക്കൊക്കെ എത്തിക്കുന്നതിന് കാരണമായി. അപ്പോൾ അനാക്രമണ ഉടമ്പടിയെ നമ്മൾ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ഒരു കാരണമായി ഡിസ്കസ് ചെയ്യുന്നു. ഇനി നമുക്കറിയാം, നമ്മൾ ഏതൊരു യുദ്ധത്തിനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഉണ്ടാകും. അതിനെ നമ്മൾ പെട്ടെന്നുണ്ടായ കാരണം അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് റീസൺ എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ എന്താണ് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ പെട്ടെന്നുണ്ടായ കാരണം എന്ന് ചോദിച്ചാൽ ജർമ്മനിയുടെ പോളണ്ട് ആക്രമണമാണ്. എന്ന് വെച്ചാൽ നമുക്കറിയാം, ജർമ്മനിയെ സംബന്ധിച്ചോളം ജർമ്മനി നമ്മൾ കണ്ടു മുമ്പ് സുഡറ്റൻലാൻഡ് ചെയ്തതുപോലെ പല പ്രദേശങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ ഇങ്ങനെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോളണ്ട് അറിയാം, നമ്മുടെ യൂറോപ്പിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊന്നാണ്. പോളണ്ടിലെ പോളിഷ് ഇടനാഴി 1939 സെപ്റ്റംബർ 1 ഹിറ്റ്ലർ ആക്രമിക്കുകയാണ്, അതായത് ജർമ്മനി. അങ്ങനെ 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ട് ഇടനാഴി അല്ലെ പോളിഷ് ഇടനാഴി ആക്രമിക്കുകയും ഈ ഒരു ആക്രമണമാണ് നമ്മൾ മുമ്പേ പറഞ്ഞ ഇംഗ്ലണ്ടിലേക്ക് ഒരു തിരിച്ചറിവെത്തിക്കുകയാണ്. കാരണം പോളണ്ട് എന്നൊക്കെ വളരെ അടുത്തേക്ക് കിടക്കുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ ആ ഒരു ആക്രമണം അടുത്തത് തങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്നൊരവസ്ഥ ഇംഗ്ലണ്ടിനൊക്കെ വരിക. അപ്പോൾ ഇനി എത്രയും വേഗം പ്രതികരിക്കുന്നതാണ് നല്ലതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ ഇംഗ്ലണ്ടും ഫ്രാൻസും ചൈനയും ഉൾപ്പെട്ട സഖ്യശക്തികൾ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊരു പ്രത്യാക്രമണം നടത്തുകയും 1939 സെപ്റ്റംബർ 1 പോളണ്ട് ഇടനാഴി ജർമ്മനി ആക്രമിച്ചതെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസം 1939 സെപ്റ്റംബർ 3 പ്രത്യാക്രമണം ഉണ്ടാവുകയും യുദ്ധം സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുകയാണ്. അപ്പോൾ ഏതാണ്ട് 39 സെപ്റ്റംബർ 3 യുദ്ധം സ്റ്റാർട്ട് ചെയ്യുന്നുള്ള രീതിയിൽ പറയാം. അതേ വർഷം സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ട് ഇടനാഴി ആക്രമിച്ചുകൊണ്ട് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ പെട്ടെന്നുണ്ടായ ഒരു കാരണം ആയി മാറുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ലാസ്റ്റ് പറഞ്ഞു കഴിഞ്ഞു, കാരണങ്ങളിലേക്കാണ് പറഞ്ഞു കഴിഞ്ഞത്. കാരണങ്ങളായി വേഴ്സായ ഉടമ്പടി നമ്മൾ പറഞ്ഞു, സൈനിക സഖ്യങ്ങൾ നമ്മൾ പറഞ്ഞു, അതുപോലെ മ്യൂണിച്ച് ഉടമ്പടി പറഞ്ഞു, അതുപോലെ അനാക്രമണ സന്ധി പറഞ്ഞു. ഏറ്റവും അവസാനമായിട്ട് 39 സെപ്റ്റംബർ 1 പെട്ടെന്നുണ്ടായ കാരണം ജർമ്മനിയുടെ പോളണ്ട് ആക്രമണം. ഇനി യുദ്ധത്തിന് മുൻപോട്ടുള്ള ചില വിഗതികൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ കാണാവുന്ന ചില സംഭവങ്ങളുണ്ട്. ജർമ്മനിയാണ് യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഈ ഒരു യുദ്ധത്തെ നയിക്കുന്നതും അതിൻ്റെ ഒരു ആക്രമണങ്ങൾ കൂടുതൽ നയിക്കുന്നതും ഒക്കെ ജർമ്മനിയുടെ ഭാഗത്തു നിന്നുകൊണ്ടാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചില അതായത് ജർമ്മനിക്ക് നേരെ നമ്മൾ കണ്ട് സെപ്റ്റംബർ 3 ആക്രമണം ആരംഭിച്ചെങ്കിലും ആ രാജ്യങ്ങളൊന്നും പിന്നീട് അങ്ങോട്ട് അത്രത്തോളം താല്പര്യം കാണിക്കാത്തൊരു സാഹചര്യം വന്നു. അതായത് ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ ഏതാണ്ട് 39 സെപ്റ്റംബർ 3 വരെ ഇങ്ങോട്ടുള്ള ആദ്യത്തെ 6 മാസക്കാലം ഏകദേശം ഈ ലോകം മുഴുവൻ ഒരു യുദ്ധം ആരംഭിച്ചുള്ള ഫീൽ നിൽക്കുമ്പോഴും കാര്യമായ യുദ്ധങ്ങളൊന്നും നടന്നിട്ടില്ല. ജർമ്മനി മാത്രമാണ് അവിടെ ഒരു വൺ സൈഡിൽ നിന്നുകൊണ്ട് നല്ലൊരു യുദ്ധം നടത്തിയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തെ കപട യുദ്ധം എന്നറിയപ്പെടുന്നു. അപ്പോൾ നല്ലൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. കപട യുദ്ധം എന്നറിയപ്പെടുന്നത് ഏത് വേൾഡ് വാറുമായി ബന്ധപ്പെട്ടൊരു കാലഘട്ടമാണ്? അപ്പോൾ അറിഞ്ഞിരിക്കണം, സെക്കൻഡ് വേൾഡ് വാറിൻ്റെ തുടക്കത്തിൽ
നേരിട്ടൊരു യുദ്ധമുണ്ടാവാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു 6 മാസത്തോളം. അതിനെയാണ് കപടയുദ്ധം എന്നൊരു പേരുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. പിന്നെ ഒന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഓപ്പറേഷൻ യെസൻബർഗ്, അതുപോലെ ഓപ്പറേഷൻ ഗെൽബ്. ഇതൊക്കെ പ്രധാനമായി ഈ യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ജർമ്മനി വിവിധ രാജ്യങ്ങൾക്ക് എതിരായി നടത്തിയ ചില ഓപ്പറേഷനുകളാണ്. പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ചെറിയ രാജ്യങ്ങളെപ്പോലും ഈ ഓപ്പറേഷൻ ഗെൽബ്, ഓപ്പറേഷൻ യെസൻബർഗ് ഇതിൽ കൂടിയൊക്കെ പിടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ട 2 ഓപ്പറേഷനുകളാണ് ജർമ്മനിയുടെ നേതൃത്വത്തിൽ നടന്നത്. ഓപ്പറേഷൻ സീ ലയണും ഓപ്പറേഷൻ ബാർബറോസയും. എന്താണ് സീ ലയൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടനെതിരായിട്ട് ജർമ്മനി തയ്യാറാക്കിയ ഒരു സൈനിക ഉടമ്പടിയാണ് ഓപ്പറേഷൻ സീ ലയൺ. ഒരു നാവിക യുദ്ധ രീതിയായിരുന്നു സീ ലയൺ. പക്ഷേ അത് വേണ്ടത്ര സക്സസ് ആയില്ല എന്നുള്ളതാണ്. മറ്റൊന്നാണ് ഓപ്പറേഷൻ ബാർബറോസ. റഷ്യക്കെതിരായി ജർമ്മനി നടത്തിയ ഒരു ആസൂത്രണമായിരുന്നു ഓപ്പറേഷൻ ബാർബറോസ. അപ്പം നമ്മളിവിടെ 3 ടീമുകൾ പരിചയപ്പെട്ടു. കപടയുദ്ധം, സെക്കൻഡ് വേൾഡ് വാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരിട്ടൊരു യുദ്ധമുണ്ടാവാത്ത ആദ്യ കാലഘട്ടത്തെയാണ് കപടയുദ്ധം എന്ന് പറയുന്നത്. അതുപോലെ ബ്രിട്ടനെതിരായിട്ട് ജർമ്മനി തയ്യാറാക്കിയ ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ സീ ലയൺ. അത് റഷ്യക്കെതിരായി ജർമ്മനി ആസൂത്രണം ഇതേ കാലഘട്ടത്തിൽ ചെയ്ത ഒന്നാണ് ഓപ്പറേഷൻ ബാർബറോസ. അതുപോലെ നമ്മൾ നേരത്തെ കണ്ടു ഗെൽബ്, ഗേസൻബർഗ്. ഇതൊക്കെ വിവിധ രാജ്യങ്ങളുമായി ജർമ്മനി തയ്യാറാക്കിയ ഓപ്പറേഷനുകളായിരുന്നു. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് അവിടെ ഓർത്തിരിക്കുക, ഈ യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിലെ യഥാർത്ഥ വിജയി ജർമ്മനിയായിരുന്നു. 1940 ജൂൺ 25, അതായത് യുദ്ധം തുടങ്ങി ഏതാണ്ട് 7 മാസത്തോളം കഴിയുന്നേ ഉള്ളൂ. 40 ജൂൺ 25 ജർമ്മനി ഫ്രാൻസിനെ, അതായത് ഇംഗ്ലണ്ടിനോടൊക്കെ ഒപ്പം ഉണ്ടായിരുന്ന അന്നത്തെ വൻ ശക്തികളൊന്നായ ഫ്രാൻസിനെ തീർത്തും കീഴ്പ്പെടുത്തി. അങ്ങനെ 40 ജൂൺ 25 ജർമ്മനിക്ക് മുന്നിലായി ഫ്രാൻസ് നിരുപാധികം കീഴടങ്ങുകയാണ്. അപ്പോൾ യുദ്ധത്തിൽ നമ്മൾ പറഞ്ഞ ഫ്രാൻസിൻ്റെ സഖ്യം തോറ്റു തുടങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ പല നടപടികളിലൂടെയാണ് പിന്നീട് യുദ്ധത്തിൻ്റെ അവസാനം ഇംഗ്ലണ്ട് അല്ലെ ഫ്രാൻസിൻ്റെ സഖ്യം വിജയിക്കുന്നത്. നമ്മൾ പിള്ളാനെ ഡിസ്കസ് ചെയ്യുക. അതിനി നമ്മൾ യുദ്ധത്തിൻ്റെ ഗതിയാണ്. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞത് കപടയുദ്ധം എന്നൊരു ടീം, ഓപ്പറേഷൻ സീ ലയൺ, ഓപ്പറേഷൻ ബാർബറോസ, പിന്നെ ചെറിയ രീതിയിൽ നമ്മൾ ഓപ്പറേഷൻ ഗെൽബ്, യെസൻബർഗ് എന്നീ കാര്യങ്ങളൊന്ന് സൂചിപ്പിച്ചു. അതുപോലെ 40 ജൂൺ 25 ജർമ്മനി ഫ്രാൻസിനെ കീഴ്പ്പെടുത്തിയ കേസും നമ്മൾ പറഞ്ഞു. തുടർന്ന് യുദ്ധത്തിൻ്റെ മുന്നോട്ടുള്ള ഗതിയിൽ അമേരിക്കയുടെ വരവ്, അമേരിക്കയാണ് ഫസ്റ്റ് വേൾഡ് വാറിലും യുദ്ധം നല്ല രീതിയിൽ നടന്നപ്പോഴും 2 സഖ്യങ്ങളും വലിയ രീതിയിൽ ക്ഷീണം പറ്റി നിന്നപ്പോഴും ആ യുദ്ധത്തിനെ ഒന്ന് ഫിനിഷ് ചെയ്യുന്നത് അമേരിക്കയായിരുന്നു. അതുപോലെയാണ് സെക്കൻഡ് വേൾഡ് വാർ 1941 ഡിസംബർ 7. അപ്പം കാര്യമായ യുദ്ധങ്ങളൊക്കെ എല്ലായിടത്തും നടക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ആ സമയത്ത് നമുക്കറിയാം ഈ യുദ്ധത്തിൽ നമ്മൾ ഇതുവരെ കണ്ട സീനിലൊന്നും ഇല്ലാത്തൊരു യുദ്ധത്തിൽ പേരിലുണ്ടെങ്കിലും നമ്മൾ സീനിൽ ഇതുവരെ കാണാത്തൊരാളാണ് ജപ്പാൻ. 1941 ഡിസംബർ 7 അമേരിക്കയിലെ ഹവായ് ദ്വീപിലെ തുറമുഖമുണ്ട്. തുറമുഖത്തിൻ്റെ ഒരു നാവിക തുറമുഖമാണ്, നാവികത്താവളം കൂടിയാണത്. അതിൻ്റെ പേര് പേൾ ഹാർബർ എന്നാണ്. പേൾ ഹാർബർ നമ്മൾ ചരിത്രത്തിലേക്ക് ഒരുപാട് കണ്ടുള്ള സിനിമയൊക്കെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പേൾ ഹാർബർ എന്ന് പറയുന്ന തുറമുഖത്ത് ജപ്പാൻ ആക്രമണം നടത്തുകയാണ്. 41 ഡിസംബർ 7 നടത്തിയ ഈ ഒരു ആക്രമണം അമേരിക്ക സംബന്ധിച്ചിടത്തോളം വലിയ നാശനഷ്ടം ഉണ്ടാക്കുകയാണ്. അപ്പം 41 ഡിസംബർ 7 അമേരിക്കയിലെ ഹവായ് ദ്വീപിലുള്ള പേൾ ഹാർബർ തുറമുഖത്തേക്ക് ജപ്പാൻ നടത്തിയ ഒരു ആക്രമണത്തിൻ്റെ പേരാണ് പേൾ ഹാർബർ ആക്രമണം. അപ്പോൾ ഈ ആക്രമണം വലിയ രീതിയിൽ തന്നെ നമ്മുടെ അമേരിക്കയ്ക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും തീർച്ചയായിട്ടും അമേരിക്ക ഈ ഒരു സാഹചര്യം ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നതിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് പേൾ ഹാർബർ ആക്രമണമാണ്. ജപ്പാൻ്റെ അമേരിക്കൻ തുറമുഖമായ പേൾ ഹാർബറിലേക്ക് നടത്തിയ ആക്രമണം അമേരിക്ക യുദ്ധത്തിലേക്ക് എത്തിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പം 41 ഈ സംഭവങ്ങൾ തൊട്ട് പറയുകയൊന്നും അമേരിക്ക നേരിട്ട് യുദ്ധത്തിലേക്ക് എത്തുന്നില്ല. എന്നാൽ 42 ഇവർ അമേരിക്കയിലെ മാൻഹട്ടൻ ദ്വീപ്, ഇന്നത്തെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനമാണ് ഈ മാൻഹട്ടൻ ദ്വീപ്. ആ മാൻഹട്ടൻ ദ്വീപിലേക്ക് നമുക്കറിയാം വലിയ ഫിസിക്സിലൊക്കെ നമ്മൾ കേട്ടുള്ളൊരു പേരാണ് റോബർട്ട് ഓപ്പൺഹൈമർ. അപ്പോൾ അദ്ദേഹത്തെ പോലെയുള്ള പ്രതിഭാധനരായ സയൻറ്റിസ്റ്റുകൾ അമേരിക്കയിലെ മാൻഹട്ടൻ ദ്വീപിലേക്ക് എത്തുകയാണ്. അപ്പോൾ എന്തിനാണ് അവരുടെ ഒരു കൂടിച്ചേരലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആയുധ നിർമ്മാണമായിരുന്നു അവിടുത്തെ ലക്ഷ്യം. ആണവായുധങ്ങളുടെ നിർമ്മാണമായിരുന്നു. 42 ഇത്തരത്തിൽ ആണവായുധങ്ങൾ നിർമ്മിച്ച ഒരു സംഭവത്തെ അറിയപ്പെടുന്ന പേരാണ് മാൻഹട്ടൻ പദ്ധതി എന്നറിയപ്പെടുന്നുണ്ട്. അപ്പോൾ 42 ഓപ്പൺഹൈമറുടെ നേതൃത്വത്തിലൊക്കെ നടന്ന ആയുധ നിർമ്മാണത്തിൻ്റെ പേരാണ് മാൻഹട്ടൻ പദ്ധതി. പിന്നീട് നമ്മൾ ആ ചരിത്രത്തിൽ അമേരിക്കയുടെ ഒരു ചരിത്രത്തിലൂടെ പോകുമ്പോൾ നമ്മൾ ചിന്തിക്കുക 45 ജൂലൈ 16 ഈ മാൻഹട്ടനിൽ നിർമ്മിച്ചെടുത്ത ഈ കുറച്ച് ആയുധങ്ങൾ ഒരു പരീക്ഷണം നടത്തുന്നുണ്ട്. ആ പരീക്ഷണത്തിൻ്റെ പേരാണ് ട്രിനിറ്റി ടെസ്റ്റ്. അപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കണം ട്രിനിറ്റി ടെസ്റ്റ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാൻഹട്ടൻ പദ്ധതിയിലൂടെ
ഈ മാൻഹട്ടൻ പദ്ധതിയിലൂടെ നിർമ്മിച്ചെടുത്ത ആയുധങ്ങളുടെ ഒരു അന്തിമ പരീക്ഷണമായിരുന്നു 1945 ജൂലൈ 16 ട്രിനിറ്റി ടെസ്റ്റ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമുക്കറിയാം 45 ജൂലൈ 16 ഞാനിപ്പോൾ പറഞ്ഞത്. അതിൻ്റെ ഒരു 20 ദിവസങ്ങൾക്ക് ശേഷം നമുക്കറിയാം 45 ഓഗസ്റ്റ് 6 നമ്മൾ ഒരുപാട് പരിചിതമായൊരു സംഭവമാണ്. അല്ലെ, നമ്മുടെ ലോകം മുഴുവൻ, ലോകമനസാക്ഷി മുഴുവൻ ഞെട്ടിത്തെറിച്ചുന്ന ഒരു സാഹചര്യമാണ് 45 ഓഗസ്റ്റ് 6 ജപ്പാനിലെ നഗരമായ ഹിരോഷിമ. സമയം രാവിലെ 8:15, ഒരു തിങ്കളാഴ്ച ദിവസമാണ്. 45 ഓഗസ്റ്റ് 6 തിങ്കളാഴ്ച രാവിലെ 8:15. ഇത് മുൻ പാഠപുസ്തകങ്ങളിൽ കൊടുത്തൊരു സംഭവമാണ്, ഈ ആഴ്ചയും സമയം. അതുകൊണ്ടാണ് ഞാനും അതിവിടെ പറഞ്ഞത്. ഇപ്പോഴത്തെ പുസ്തകങ്ങളൊന്നും കാണാറില്ല. അപ്പോൾ 45 ഓഗസ്റ്റ് 6 തിങ്കളാഴ്ച രാവിലെ 8:15 എനലോഗെ B-29 മാതൃകയിലുള്ള ഒരു വിമാനം ജപ്പാനിലെ ഹിരോഷിമ നഗരത്തിന് മുകളിലൂടെ പറക്കുകയാണ്. അപ്പോൾ ആ വിമാനത്തിൻ്റെ നിയന്ത്രിച്ച വൈമാനികൻ്റെ പേര് പോൾ ടി ബെറ്റ്സ് എന്നാണ്. പോൾ ടി ബെറ്റ്സ് എന്ന വൈമാനികൻ ആ വിമാനത്തിൽ നിന്ന് ആ ജപ്പാൻ നഗരമായ ഹിരോഷിമയിലേക്ക് വീണ ബോംബിൻ്റെ പേര് നമുക്ക് പരിചിതമാണ്, ലിറ്റിൽ ബോയ്. അപ്പോൾ 1945 ഓഗസ്റ്റ് 6 തിങ്കളാഴ്ച രാവിലെ 8:15 എൻലോഗെ B-29 എന്ന് പറയുന്ന വിമാനം, പോൾ ടി ബെറ്റ്സ് എന്ന വൈമാനികൻ അവിടേക്കിട്ട ആ അണുബോംബിൻ്റെ, ലോകത്തിൽ ആദ്യമായ ഒരു അണുബോംബ് വിടുകയാണ്. അതിൻ്റെ പേരാണ് ലിറ്റിൽ ബോയ്. ആ ലിറ്റിൽ ബോയ് അറിഞ്ഞിരിക്കണം, ഇതൊരു യുറേനിയം നിർമ്മിതമായ ബോംബാണ് ലിറ്റിൽ ബോയ്. അപ്പം ലിറ്റിൽ ബോയ് എന്തിൽ നിർമ്മിതമാണെന്ന് വെച്ചാൽ യുറേനിയം നിർമ്മിതമാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഓഗസ്റ്റ് 6 നടന്ന ഈ ഒരു ആക്രമണം എല്ലാവരും പ്രതീക്ഷിച്ചു ജപ്പാൻ കീഴടങ്ങുമെന്ന്. പക്ഷേ ജപ്പാൻ കീഴടങ്ങാൻ തയ്യാറായില്ല. തുടർന്നാണ് 45 ഓഗസ്റ്റ് 9 വ്യാഴാഴ്ച ദിവസമാണ്, തൊട്ട് പുറകെ തന്നെയാണ് ഈ ദിവസം അല്ലേ. ഓഗസ്റ്റ് 9 വ്യാഴാഴ്ച രാവിലെ 11:02 ഇതേ രീതിയിൽ തന്നെ ജപ്പാൻ നഗരമായ നാഗസാക്കി മുകളിൽ കൂടി ഒരു വിമാനം പറക്കുന്നു. ബോക്സ് കാർ മാതൃകയിലുള്ള ബോക്സ് കാർ വിമാനമാണ്. അതിൻ്റെ വൈമാനികൻ്റെ പേര് ചാൾസ് W. സീനി എന്നാണ്. ചാൾസ് W. സീനി. ആ വിമാനത്തിലും ഉണ്ടായിരുന്ന ഒരു പ്ലൂട്ടോണിയം നിർമ്മിതമായ ബോംബ്. നമ്മൾ നേരത്തെ കണ്ടത് യുറേനിയം ആണെങ്കിൽ പ്ലൂട്ടോണിയം നിർമ്മിതം. ഈ ബോംബിൻ്റെ പേരായിരുന്നു ഫാറ്റ്മാൻ. അങ്ങനെ ആ ബോംബ് നാഗസാക്കി എന്ന് പറയുന്ന അടുത്ത ജപ്പാൻ നഗരത്തെയും കത്തിച്ചാമ്പലാക്കുകയാണ്. നമുക്കറിയാം ഓഗസ്റ്റ് 6 നമ്മുടെ എനലോഗെ B-29 എന്ന മാതൃകയുള്ള വിമാനത്തിൽ തിങ്കളാഴ്ച രാവിലെ 8:15 പോൾ ടി ബെറ്റ്സ് എന്ന് പറയുന്ന വൈമാനികൻ യുറേനിയം നിർമ്മിതമായ ലിറ്റിൽ ബോയ് ഹിരോഷിമയിലും ഓഗസ്റ്റ് 9 വ്യാഴാഴ്ച രാവിലെ 11:02 ചാൾസ് W. സീനി എന്ന വൈമാനികൻ്റെ നേതൃത്വത്തിൽ ബോക്സ് കാർ വിമാനത്തിൽ പ്ലൂട്ടോണിയം നിർമ്മിതമായ ഫാറ്റ്മാൻ എന്ന് പറയുന്ന ബോംബും നാഗസാക്കി എന്ന് പറയുന്ന അടുത്തൊരു ജപ്പാൻ നഗരത്തെ കത്തിച്ചാമ്പലാക്കുകയാണ്. തുടർന്ന് പിന്നീട് ഈ ഓഗസ്റ്റ് 9 ശേഷവും എല്ലാവരും പ്രതീക്ഷിച്ചു ജപ്പാൻ കീഴടങ്ങുന്നു. പക്ഷേ അവിടെയും ജപ്പാൻ കീഴടങ്ങിയില്ലായിരുന്നു. പിന്നീട് ഓഗസ്റ്റ് 14, അതായത് 45 ഓഗസ്റ്റ് 14 അമേരിക്ക പ്രഖ്യാപിക്കുന്നുണ്ട് ജപ്പാൻ കീഴടങ്ങിയതായിട്ട്. പക്ഷേ അവിടെയും കീഴടങ്ങുന്നില്ല. ഒടുവിൽ 45 സെപ്റ്റംബർ 2 സെക്കൻഡ് വേൾഡ് വാറിൻ്റെ അവസാനമായി ജപ്പാൻ കീഴടങ്ങുന്നത്. അപ്പോൾ ജപ്പാൻ്റെ കീഴടങ്ങലോടെ ഏകദേശം 2ാം ലോകമായത് അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മളവിടെ ചിന്തിക്കേണ്ട കേസുണ്ട്. നമ്മൾ ഈ യുദ്ധത്തിൻ്റെ ഒരു പ്രധാന കാരണക്കാരനായി പറയുന്നത് അഡോൾഫ് ഹിറ്റ്ലറിനെയാണ്. പക്ഷേ ഈ പറഞ്ഞ ജപ്പാൻ്റെ സാഹചര്യത്തിലൊന്നും, അല്ലെ ജപ്പാനിലെ ബോംബ് വീണ സമയത്തൊന്നും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. അതിനൊരു കാരണമുണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിന് കുറേ കാലങ്ങൾക്ക് മുമ്പ്, 5-6 മാസങ്ങൾക്ക് അപ്പുറം ഹിറ്റ്ലർ മരണപ്പെടുകയും അതുപോലെ ഹിറ്റ്ലറെ പോലെ ഇറ്റലി എന്ന രാജ്യത്ത് നിന്നുകൊണ്ട് ഈ യുദ്ധത്തിനെ നയിച്ച മുസോളിനി എന്ന മറ്റൊരു ഫാസിസ്റ്റ് നേതാവ് മരണപ്പെട്ടു. അതുകൊണ്ടാണ് യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ജപ്പാൻ എന്നൊരു രാജ്യം മാത്രം ഒരു സൈഡിലായി പോയത്. അല്ലെങ്കിൽ അച്ചുതണ്ട് ശക്തിയിൽ ജപ്പാൻ മാത്രം അവശേഷിച്ചത്. അപ്പോൾ നമ്മൾ ആ ഹിറ്റ്ലറിൻ്റെ കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഹിറ്റ്ലറെ സംബന്ധിച്ച് നമുക്കറിയാം, ഒരു ആശയം, അദ്ദേഹത്തിൻ്റെ നേതൃത്വം കൊടുത്ത ആശയമായിരുന്നു നാസിസം. അതുപോലെ ജർമ്മനിയിലാണ് നാസിസത്തിൻ്റെ കൂടുതൽ വളർച്ചയുണ്ടായിരുന്നത്. നേതൃത്വം നൽകിയ വ്യക്തി അഡോൾഫ് ഹിറ്റ്ലർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു സേനയുണ്ട്, തവിട്ടുകുപ്പായക്കാർ അല്ലെ ബ്രൗൺ ഷർട്ട്. നമ്മൾ കേട്ടറ്റ് പരീക്ഷകളിലൊക്കെ കണ്ടിട്ടുള്ള ചോദ്യമാണ്, തവിട്ടുകുപ്പായക്കാർ അല്ലെ ബ്രൗൺ ഷർട്ട് ആരുടെ സേനയാണ്? അപ്പോൾ അറിയണം, അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ സേനയാണ്. ഇത് കൂടാതെ ഇദ്ദേഹത്തിന് ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്ത ഒരു രീതി ഉണ്ടായിരുന്നു. ആ ജൂതന്മാരെ പിടികൂടാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ രഹസ്യ പോലീസ് ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് ഗെസ്റ്റപ്പോ എന്നാണ്. നമുക്ക് പരിചിതമാണ് ആ പേര്. അദ്ദേഹത്തെ നമുക്കറിയാം, ആര്യൻ സുപ്പീരിയോറിറ്റി വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഹിറ്റ്ലർ. അപ്പോൾ ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം തയ്യാറാക്കിയ പദ്ധതിയുടെ പേര് ചോദിച്ചാൽ ഹോളോകോസ്റ്റ്. അപ്പോൾ ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്യാൻ ഹിറ്റ്ലർ തയ്യാറാക്കിയ പദ്ധതി ഹോളോകോസ്റ്റാണ്.
അതുപോലെ ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം ഒരു ക്യാമ്പ് തയ്യാറാക്കിയിരുന്നു. അതിലേക്ക് വാതകം കയറ്റി വിട്ട് ജൂത വിഭാഗത്തെ കൊല ചെയ്തിരുന്നു. അപ്പോൾ ആ ക്യാമ്പിൻ്റെ പേര് കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്നാണ്. അതുപോലെ ഈ നാസി പാർട്ടിയുടെ ചിഹ്നമായിരുന്നു സ്വസ്തിക് ചിഹ്നമാണ്. സ്വസ്തിക് എന്ന് പറഞ്ഞ ചിഹ്നം നമ്മൾ കണ്ടിട്ടുണ്ടാവും. സ്വസ്തിക് ചിഹ്നമാണ്. അതുപോലെ ഈ അഡോൾഫ് ഹിറ്റ്ലറുടെ ആത്മകഥയുടെ പേര് മെയിൻ കാഫ് എന്നാണ്. ഒടുവിൽ എന്താണ് സംഭവിച്ചത്? 45 ഏപ്രിൽ 30, അതായത് നമ്മൾ ഡിസ്കസ് ചെയ്ത ഹിരോഷിമ നടക്കുന്നത് 45 ഓഗസ്റ്റ് 6-നാണെങ്കിൽ അതിനൊക്കെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, അതായത് 45 ഏപ്രിൽ 30 അഡോൾഫ് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുകയാണ്. കാരണം അമേരിക്കയുടെയും റഷ്യയുടെയൊക്കെ സേനയുടെ കയ്യിലേക്ക് പിടിപെടുന്നൊരു സാഹചര്യം വരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുകയും ജർമ്മനി കീഴടങ്ങുകയും ചെയ്യുകയാണ്. പറഞ്ഞിരിക്കണം, ഹിറ്റ്ലറെ സമയത്തോളം ജർമ്മനിയിൽ നാസിന് നേതൃത്വം കൊടുത്തു. തവിട്ടുകുപ്പായം എന്ന സേനയുണ്ടായിരുന്നു. ഗെസ്റ്റപ്പോ എന്നൊരു രഹസ്യ പോലീസ് ഉണ്ടായിരുന്നു. അതുപോലെ കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന പേരിൽ ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്യാൻ ഒരു ക്യാമ്പും ആ പദ്ധതിക്ക് ഹോളോകോസ്റ്റ് എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു. സ്വസ്തിക് എന്നതായിരുന്നു നാസി പാർട്ടിയുടെ ചിഹ്നം. അതിലെ മെയിൻ കാഫ് അഡോൾഫ് ഹിറ്റ്ലറുടെ ആത്മകഥയാണ്. 1945 ഏപ്രിൽ 30 അഡോൾഫ് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. പിന്നെ അറിഞ്ഞിരിക്കണം, ഈ അടുത്ത കാലത്ത് നടന്നൊരു ഡിഗ്രി ലെവൽ എക്സാമിൽ ചോദിച്ചൊരു ചോദ്യമാണ്. ഹിറ്റ്ലറെ കൂടാതെ അതിന് കുറേ ഗീബൽസ്, അങ്ങനെ കുറേ അനുയായികളൊക്കെ ഉണ്ടായിരുന്നു ഹിറ്റ്ലറിന്. അപ്പോൾ ഹിറ്റ്ലറിൻ്റെ അനുയായികളെ വിചാരണ ചെയ്ത് എവിടെ വെച്ചെന്ന് ചോദിക്കും. അറിഞ്ഞിരിക്കണം, ന്യൂറംബർഗാണ്. അപ്പോൾ ഹിറ്റ്ലറുടെ അനുയായികളെ വിചാരണ ചെയ്തത് ന്യൂറംബർഗിൽ വെച്ചാണ്. അതിനകത്ത് തന്നെ ആ ഒരു വിചാരണ അറിയപ്പെടുന്നത് ന്യൂറംബർഗ് വിചാരണ എന്ന പേരിലാണ്. അപ്പോൾ ഹിറ്റ്ലറുടെ അനുയായികളെ വിചാരണ ചെയ്തത് ന്യൂറംബർഗ് വിചാരണയിൽ കൂടിയാണ്. നമുക്കറിയാം, ഹിറ്റ്ലറെ പോലെ ഇറ്റലിയിൽ ഒരാശയം നിലനിന്നിരുന്നു, ഫാസിസം എന്ന് പറയാം. ഫാസിസത്തിൻ്റെ ഒരു ജർമ്മൻ വെർഷനാണ് അത് നാസിസം. അപ്പം ഇറ്റലി ഫാസിസത്തിന് നേതൃത്വം കൊടുത്തതും ബെനിറ്റോ മുസോളിനിയായിരുന്നു. ബെനിറ്റോ മുസോളിനി നമുക്കറിയാം, ഇറ്റലിയിലെ ഫാസിസത്തിൻ്റെ പ്രചാരകൻ എന്നറിയപ്പെടുന്ന മുസോളിനിയാണ്. അദ്ദേഹത്തിൻ്റെ സേനയുടെ പേര് നമ്മൾ അറിഞ്ഞിരിക്കണം. ഹിറ്റ്ലർക്ക് നമ്മൾ തവിട്ടുകുപ്പായം എന്ന് പഠിച്ചെങ്കിൽ നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ടത് ബെനിറ്റോ മുസോളിനിയുടെ സേനയെന്ന് വെച്ചാൽ നമ്മൾ അറിഞ്ഞിരിക്കണം കരിങ്കുപ്പായക്കാരാണ്, അല്ലെങ്കിൽ ബ്ലാക്ക് ഷർട്ട്. അപ്പോൾ ഇറ്റലിയിലെ ബെനിറ്റോ മുസോളിനിയുടെ സേന ബ്ലാക്ക് ഷർട്ട് അല്ലെങ്കിൽ കറുത്ത കുപ്പായക്കാരെന്നറിയപ്പെടുന്നു. എന്നാൽ നമുക്കറിയാം, മുസോളിനിയുടെ സേന കറുത്ത കുപ്പായമാണ്. ഹിറ്റ്ലറുടെ സേനയുടെ പേര് എന്തായിരുന്നു നമുക്കറിയാം, എന്താണ്? തവിട്ടുകുപ്പായക്കാരെന്നാണ്. അതിൽ ഇതിൻ്റെ ഫേമസ് ഒരു കൊട്ടേഷൻ ഉണ്ട്: സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ് പുരുഷന് യുദ്ധം. ഏത് ഭരണാധികാരി പറഞ്ഞെന്ന് ചോദിച്ചാൽ നമ്മളറിയണം, മുസോളിനി പറഞ്ഞതാണ്. അപ്പോൾ സ്ത്രീക്ക് മാതൃത്വം പോലെയാണ് പുരുഷന് യുദ്ധം എന്ന് പറഞ്ഞത് ബെനിറ്റോ മുസോളിനിയാണ്. പിന്നീട് 1945 ഏപ്രിൽ 28 എന്ന് വെച്ചാൽ നമ്മുടെ ഹിറ്റ്ലർ മരണപ്പെടുന്നതിന് 2 ദിവസം മുമ്പ്, അതായത് ഇറ്റലിയിലെ പ്രാദേശിക കലാപകാരികൾ ഇദ്ദേഹത്തെ കൊല ചെയ്യുകയാണ്. അപ്പം നമ്മൾ പറഞ്ഞ കറുത്ത കുപ്പായക്കാരെന്ന് പറയുന്നൊരു സേന രൂപീകരിച്ച ഇറ്റലിയിൽ ഫാസിസത്തിന് നേതൃത്വം നൽകിയ ബെനിറ്റോ മുസോളിനിയെ, അതുപോലെ സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ് പുരുഷന് യുദ്ധം എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധത്തെ പ്രകീർത്തിച്ച ബെനിറ്റോ മുസോളിനിയെ 45 ഏപ്രിൽ 28 പ്രാദേശിക കലാപകാരികൾ കൊല ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തോടെ ഇറ്റലിയും ഈ യുദ്ധത്തിൽ നിന്ന് കീഴടങ്ങുകയാണ്, യുദ്ധത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. അവിടെയാണ് ജപ്പാൻ മാത്രം അവശേഷിക്കുകയും ജപ്പാൻ കീഴടങ്ങാതെ വന്നപ്പോൾ നമ്മൾ കണ്ട ഹിരോഷിമ നാഗസാക്കി പോലെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ആണവ സ്ഫോടനങ്ങൾക്ക് പിൽക്കാലത്ത് ലോകം സാക്ഷിയാകേണ്ടി വരികയും ചെയ്തത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണെന്ന് ചോദിച്ചാൽ നമ്മൾ അറിയണം വിൻസ്റ്റൺ ചർച്ചിലാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി, നോബൽ സമ്മാനമൊക്കെ ലഭിച്ചിട്ടുള്ള വിൻസ്റ്റൺ ചർച്ചിലാണ് രണ്ടാം ലോക മഹായുദ്ധകാലത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. നമുക്കറിയാം, അവസാന നിമിഷം വരെയും യുദ്ധത്തിൽ എതിരാളികൾക്ക് ഒറ്റയ്ക്ക് പിടിച്ചിരുന്ന രാജ്യമാണ് ജപ്പാൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആ സമയത്ത് ജപ്പാനിലെ ഭരണാധികാരിയുടെ പേര് ടോജോ എന്നാണ്. ജപ്പാൻ പ്രധാനമന്ത്രിയുടെ പേര് ടോജോ. അപ്പം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലായിരുന്നു. ജപ്പാൻ പ്രൈം മിനിസ്റ്റർ ടോജോ ആയിരുന്നു. അല്ല, റഷ്യൻ്റെ ഭരണാധികാരി ജോസഫ് സ്റ്റാലിനാണ്. അപ്പോൾ ഈ പറയുന്നവരിൽ ഭൂരിഭാഗം ആളുകളും ഈ യുദ്ധത്തിൻ്റെ എല്ലാ കാലഘട്ടവും ഉണ്ടാവണമെന്നില്ല. യുദ്ധത്തിൻ്റെ വലിയൊരു കാലഘട്ടത്തിൽ, ചിലപ്പോൾ 6 വർഷം നടക്കുന്ന യുദ്ധത്തിൻ്റെ വലിയൊരു കാലഘട്ടത്തിൽ ആ രാജ്യത്ത് നിയന്ത്രിച്ച ആളുകളാണ് ഈ പറഞ്ഞവരെല്ലാം. റഷ്യൻ ഭരണാധികാരി ജോസഫ് സ്റ്റാലിനാണ്. അപ്പം റഷ്യയുടെ ഭരണാധികാരി രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജോസഫ് സ്റ്റാലിനും, അതിൽ ഫ്രാൻസിൻ്റെ ഭരണാധികാരി ചാൾസ് ഡി ഗായി ആണ്. ചാൾസ് ഡി ഗായ് എന്ന് പറയുന്ന ഭരണാധികാരിയായിരുന്നു ഫ്രാൻസിൻ്റെ സെക്കൻഡ് വേൾഡ് വാർ സമയത്തെ ഭരണാധികാരി. അമേരിക്കൻ ഭരണാധികാരി ആരായിരുന്നു, അല്ലെ അമേരിക്കൻ പ്രസിഡൻ്റ് ആരെന്ന് ചോദിച്ചാൽ നമുക്ക് തിരിച്ചറിവുണ്ടാവണം. ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആയിരുന്നു അമേരിക്കയുടെ പ്രസിഡൻറ്റ്. അപ്പോൾ യുദ്ധത്തിന് ഏതാണ്ട് 95% കാലഘട്ടത്തിൽ ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് തന്നെയാണ്. തിരിഞ്ഞു പോകരുത്, ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. എങ്കിൽ
യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഹിരോഷിമ നാഗസാക്കി ബോംബാക്രമണ സമയത്തെ അമേരിക്കൻ പ്രസിഡന്റിനെ ചോദിച്ചാൽ നമ്മളറിയണം ഹാരി എസ് ട്രൂമാനാണ്. അപ്പോൾ രണ്ടാം ലോകമഹായുദ്ധ കാലത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റാണ് ഹിരോഷിമ നാഗസാക്കി ആണവ ബോംബ് വിസ്ഫോടന സമയത്ത് അല്ലെങ്കിൽ അതിന് നിർദ്ദേശം നൽകിയ അമേരിക്കൻ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ ഹാരി എസ് ട്രൂമാൻ. അപ്പോൾ രണ്ടാം ലോകമഹായുദ്ധവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത്. ഇനിയിപ്പോൾ ഈ വേൾഡ് വാറിന് ശേഷം ഒരു കാലഘട്ടമുണ്ട്. ഇതേ രീതിയിൽ തന്നെ നമ്മൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ചും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.